നിനക്ക് എന്താണ് വരം വേണ്ടത്? ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും സൗന്ദര്യത്തിൻ്റെ പുറകെ ഓടുന്നവരാണല്ലോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല സൗന്ദര്യം വേണം. അപ്പോൾ ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് നല്ല സൗന്ദര്യമുണ്ടാകട്ടെ. നിന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും തന്നെ ലോകത്തിലുണ്ടാവില്ല. നീ ഏറ്റവും സൗന്ദര്യവാനായിരിക്കട്ടെ. അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞു, പക്ഷേ ഒരു കാര്യം, നിനക്ക് എന്തെങ്കിലും ചെറുതായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ എയ്ഡ്സ് പോലെയോ ക്യാൻസർ പോലെയോ എന്തെങ്കിലും ഒരു ചെറിയ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉടൻ മനുഷ്യൻ പറഞ്ഞു, അയ്യോ അയ്യോ നോക്കൂ, അത് പറ്റില്ല. എനിക്ക് ഒരല്പം രോഗം തന്നാലും വിരോധമില്ല, ഒരല്പം രോഗം ശരീരത്തിൽ ഇരുന്നോട്ടെ, സൗന്ദര്യം അല്പം കുറഞ്ഞാലും വിരോധമില്ല. ഒരു ചെറിയ രോഗമുണ്ടെങ്കിലും കുഴപ്പമില്ല, സൗന്ദര്യം ഒന്ന് കുറഞ്ഞോട്ടെ, രോഗം എന്ന് പറയുന്നത് പറ്റില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, നോക്കൂ, ഒരുപാട് ചാൻസ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഇനി ഞാൻ പറയണു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് യാതൊരു രോഗവും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. നിങ്ങളെപ്പോഴും വളരെ യാതൊരു രോഗമില്ലാത്ത ശരീരമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു തികഞ്ഞ ദരിദ്രവാസിയായിരിക്കും. നിങ്ങൾക്ക് സമ്പത്ത് എന്ന് പറയുന്നത് യാതൊന്നും ഉണ്ടാവില്ല. ഇത് കേട്ട ഉടനെ മനുഷ്യൻ പറഞ്ഞു, അയ്യോ, സൗന്ദര്യത്തിൻ്റെ കാര്യം പോട്ടെ, അത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ രോഗം എനിക്ക് തരരുതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നു, എനിക്ക് രോഗം തീരെ ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് തീരെ സമ്പത്തുണ്ടാവില്ല. സമ്പത്തുണ്ടെങ്കിൽ എനിക്ക് രോഗത്തിനെങ്കിലും ചികിത്സിക്കാമല്ലോ. ഞാൻ ഈ ഒന്നുമില്ലാത്തവനായി ജീവിച്ചെന്ത് ചെയ്യാനാണ്? അപ്പോൾ നിങ്ങൾ എനിക്ക് രോഗം അല്പം തന്നോളൂ, പക്ഷേ നിങ്ങൾ സമ്പത്തും കൂടെ എനിക്ക് ഒരുമിച്ച് തരണം. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാൻ ഇനി ഒരു ചാൻസും കൂടെ തരുള്ളൂ. നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് നിങ്ങൾക്ക് ധാരാളം തരാം. നിങ്ങൾ ഏറ്റവും വലിയ ധനികനായിരിക്കും, കുബേരനേക്കാൾ വലിയ ധനികനായിരിക്കും നിങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് ഞെട്ടി. ആത്മാവില്ലെങ്കിൽ പിന്നെ ശരീരം എന്തിനാണ്? ശരീരം വെറും മൃതശരീരമായി പിന്നെന്തുണ്ടാവാനാണ്? അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, അയ്യോ, ഇത് സമ്പത്ത് കുറഞ്ഞാലും വിരോധമില്ല, അല്പസ്വല്പം രോഗമുണ്ടെങ്കിലും കുഴപ്പമില്ല, സൗന്ദര്യം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ആത്മാവില്ലാതെ ഞാൻ എന്ത് ചെയ്യും? ആത്മാവ് എനിക്ക് തരണം കേട്ടോ. പക്ഷേ ഈ ആത്മാവിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ തരാൻ പറ്റൂ. അപ്പോൾ ഞാൻ ആത്മാവ് നിങ്ങൾക്ക് തരാം. നോക്കൂ, ഈ ആത്മാവ് മാത്രം നമുക്ക് മതി, ബാക്കിയെല്ലാം നമ്മൾക്ക് സ്വയം ഉണ്ടാവും. പക്ഷേ ഇന്ന് മനുഷ്യൻ ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കണക്കിലെടുക്കാതെ ബാക്കി എല്ലാ കാര്യത്തിൻ്റെയും പുറകെ നമ്മൾ ഓടി നടക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിനെ നാം കാണില്ല. ആ വസ്തു നമ്മൾ വെച്ചതുകൊണ്ട് മാത്രം നമ്മുടെ കൺമുമ്പിലാണെങ്കിലും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് രണ്ട് കണ്ണുകൾ വേണം. ശരി, നമ്മൾക്ക് രണ്ട് കണ്ണുകളുണ്ട്, എന്നാൽ രണ്ട് കണ്ണുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. ആ രണ്ട് കണ്ണുകൾക്കും കാഴ്ച വേണം. ശരി, ആ രണ്ട് കണ്ണുകൾക്കും കാഴ്ചയുണ്ട്. ആ കാഴ്ചയുണ്ടെങ്കിൽ നമുക്കതിനെ കാണാൻ സാധിക്കുമോ? ആ കണ്ണുകൾ എന്താണ് കണ്ടത് എന്ന് നമ്മുടെ തലച്ചോറിനോട് പറയാൻ അതിൻ്റെ പുറകിലുള്ള ഇന്ദ്രിയം പ്രവർത്തിക്കണം. ആ ഇന്ദ്രിയം ഉള്ളതുകൊണ്ട് മാത്രം മതിയോ? ആ ഇന്ദ്രിയത്തെ പ്രവർത്തിക്കുന്ന ആത്മചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമായ കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. ഈ കണ്ണിന് കണ്ണായത്, ഉള്ളിലിരിക്കുന്ന ആ മനക്കണ്ണ്, അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിലും പരമായ ഒരു ആനന്ദം ഈ ലോകത്തിലില്ല എന്ന് ഹരിനാമകീർത്തനത്തിലൂടെ തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മളോട് പറയുന്നു. അധ്യാത്മരാമായണം എഴുതി അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ആത്മാവിനെ നിലനിർത്താനാണ് നമുക്ക് ഈ ശരീരം. എന്നാൽ അതുകൊണ്ട് നമ്മളെല്ലാവരും സന്യസിക്കണമെന്ന് അർത്ഥമുണ്ടോ? സന്യസിക്കണമെന്ന് യാതൊരു അർത്ഥമില്ല. നമ്മൾ ഈ ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ നാം നമ്മുടെ ആത്മാവിനെ അറിയുക. ഏതുപോലെ ഒരു കപ്പൽ സഞ്ചരിക്കുമ്പോൾ ആ കപ്പലിൻ്റെ മാഗ്നറ്റിക് നീഡിൽ അഥവാ അതിൻ്റെ കാന്തസൂചി എപ്പോഴും അതിൻ്റെ വടക്ക് ഭാഗത്തെ ദിശയെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വെള്ളത്തിലൂടെ കപ്പലോടുമ്പോൾ അത് റോഡ് നോക്കി സൈൻ ബോർഡ് നോക്കിയിട്ടല്ല അത് പോകുന്നത്. അത് അതിൻ്റെ ദിശ അതെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും എന്ത് നിങ്ങൾ ചെയ്ത സമയത്തും നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങൾ ഭഗവാനിൽ, പരമാത്മാവിൽ, ആത്മചൈതന്യത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ഈ ജീവിതത്തിലൂടെ ഇനി ഇതുവരെ തെറ്റിയ ആൾക്കും, ഏത് വഴിതെറ്റിയ ആൾക്കും, ഈ ജീവിതത്തിൽ എന്ത് പാകപ്പിഴകൾ വന്ന ആൾക്കും, എന്ത് ദുഷ്ടതകൾ ചെയ്തിട്ടുള്ള ആൾക്കും ഇപ്പോഴും അതിനെ തിരുത്തുവാനുള്ള അവസരമുണ്ട്. നാം ഇവിടെ നിന്നൊരു നിശ്ചിത സ്ഥലത്തേക്ക് ഒരു വാഹനത്തിൽ നാം യാത്ര പോകുന്ന വഴിയിൽ വെച്ച് നമുക്ക് വഴി തെറ്റി, നാം പോകുന്ന ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ ദിശയിലല്ല നമ്മൾ പോകുന്നത്. ഉടൻ നമ്മൾ അവിടെ നിർത്തി വേറെ ആ വഴിപോക്കരോട് അല്ലെങ്കിൽ ആ ദേശവാസിയോട് നമ്മൾ ചോദിക്കും, ഗുരുവായൂരിക്കുള്ള വഴി ഇത് തന്നെയാണോ റോഡ്? അയ്യോ, നിങ്ങൾക്ക് റോഡ് തെറ്റി, നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു ജംഗ്ഷൻ വരും, അവിടുന്ന് നിങ്ങൾ വലത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുന്നംകുളത്തെത്തും, കുന്നംകുളത്ത് നിങ്ങൾ ഗുരുവായൂരെത്തും.
അപ്പോൾ നമ്മൾ അവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും നാം അവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ ദിശ മാറ്റിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നു. ചെറിയ ചെറിയ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ആത്മഹത്യയിൽ ഏർപ്പെടുന്നവരും ജീവിതം നശിപ്പിക്കുന്നവരും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ഓർക്കേണ്ടതാണ്. ജീവിതത്തിൽ എത്രയെത്ര രാമായണം എടുത്തു നോക്കൂ. രത്നാകരൻ എന്നുള്ള കൊള്ളക്കാരൻ ആദികവിയായ ആത്മീയ മഹർഷിയായി ശ്രേഷ്ഠനായി മാറിയ കഥ. നാം നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ, ഈ ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുക്തിമാർഗത്തിലെത്താൻ സാധിക്കും. അതിനാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന പുരാണങ്ങളും ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള മഹനീയമായ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, നാം വളരെ സുഹൃതം ചെയ്തവരാണ്. 84 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷം, 84 ലക്ഷം യോനികളിൽ ജീവിച്ചതിന് ശേഷം നമുക്ക് സമ്മാനിച്ച, നമുക്ക് ഈ തന്നിരിക്കുന്ന ജീവിതം, ഈ മനുഷ്യ ജീവിതം വിവേകപൂർവം കൈകാര്യം ചെയ്ത് നാം നന്മയിൽ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നന്മകളെ നിറച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു ജീവിതം ജീവിച്ച് നാം ജീവിതം ധന്യമായി മുക്തി നേടാനുള്ളതാണ് ഈ ജീവിതം. ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നിരിക്കുന്ന സന്ദേശം, അദ്ദേഹത്തിൻ്റെ കാലടികളെ പിന്തുടരുവാൻ എല്ലാവർക്കും ശക്തിയും കരുത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ജന്മാഷ്ടമി ആശംസിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഗുരുവായൂർ ദേവസ്വം രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രാമായണ ഭക്തി പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള വിഷയം കാലനേമി വധം. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ ഒരു പ്രധാന വിഷയമാണ് കാലനേമി വധം. അടുത്ത ഏതാനും നിമിഷങ്ങളിൽ കാലനേമി വധത്തെ സംബന്ധിച്ചും അതിൻ്റെ പശ്ചാത്തലം, അത് കാലനേമി എങ്ങനെ വധിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചും, തുടർന്ന് രാമായണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ജീവിത സന്ദേശം, അത് നമ്മുടെ ജീവിതവും ദൈനംദിന ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും, രാമായണത്തിൻ്റെ മാഹാത്മ്യം, രാമായണ തത്വം നാം ജീവിതത്തിൽ ഉൾക്കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നും ഉള്ള കാര്യങ്ങളാണ് അടുത്ത ഏതാനും നിമിഷം ഈ സത്സംഗത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഗജാനനം ഭൂതഗണാതിസേവിതം കഭിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീരാമ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാണി നിൻ കൃപവാണി വേണമതിനായി ഏണാംഗബിംബാനനെ
വീണേൻ തൊൽപാദപങ്കജത്തിലടിയൻ വാണി മനോഹാരിണി. വാണി നിർജ്ജര വേണുഗാനമധുരേ വാണി ഗുണം നൽകുവാൻ വാണിയിടേണമതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഗുരുവായൂർ ദേവസ്വം രാമായണ മാസ ആചരണത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഭക്തിപ്രഭാഷണ പരമ്പരയിൽ എനിക്കൊരവസരം തന്നതിന് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ കോടിക്കോടി പ്രണാമം. ഇവിടെ ഈ രാമകഥാമൃതം നുകർന്ന് ധന്യരാവാൻ ഇവിടെ ഈ സത്സംഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ധന്യാത്മാക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള വിഷയം കാലനേമി വധം. ആരാണ് കാലനേമി? ഏത് പശ്ചാത്തലത്തിലാണ് കാലനേമി വധിക്കപ്പെട്ടത് എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലത്തെ ഒരു പ്രധാനമായ ഭാഗമാണ് കാലനേമി വധം. ഒരു ഭാഗത്ത് രാമൻ്റെ സൈന്യം വാനരപ്പടയും രാമലക്ഷ്മണാദികളും, മറുഭാഗത്ത് രാക്ഷസ സൈന്യവും നിന്ന് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം രാവണൻ്റെ പ്രഗത്ഭരായ പടനായകന്മാരും പല രാക്ഷസന്മാരും മന്ത്രിമാരും എല്ലാവരും വധിക്കപ്പെട്ടു. ശ്രീരാമ സൈന്യത്തിൻ്റെ മിടുക്കുകൊണ്ട് രാവണപക്ഷത്ത് അതിഗംഭീരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. രാവണൻ്റെ മകൻ അതികായൻ മരിച്ചു. ഈ വിഷമങ്ങൾ കൊണ്ട് രാവണൻ ദുഃഖിച്ച് തലയും കുമ്പിട്ട് ഇരിപ്പാണ്. ഈ അവസരത്തിൽ രാവണൻ്റെ മൂത്തപുത്രനായ ഇന്ദ്രജിത്ത് രാവണനെ സമീപിച്ചും കൊണ്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ എന്തിനു ദുഃഖിക്കുന്നു? ഈ കൊരങ്ങന്മാരെയൊക്കെ നിഷ്പ്രയാസം കൊന്ന് തിരിച്ചു വരാൻ ഈ മകൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്, മകന് സാധിക്കും. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അച്ഛൻ എന്നെ അനുഗ്രഹിക്കൂ. രാവണൻ ഇന്ദ്രജിത്തിനെ അനുഗ്രഹിച്ചു. ഇന്ദ്രജിത്ത് യുദ്ധത്തിനായി പുറപ്പെടുന്നു. ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. രാവണൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ ഒരറ്റത്തുള്ള ഒരു രഹസ്യ അറയിൽ പോയി ഒരു ഹോമം നടത്തി. ആ സ്ഥലത്തിന് നികുംഭില എന്ന് പറയും. ആ നികുംഭിലയിൽ നടത്തിയത് അതീവ രഹസ്യമായൊരു ഹോമം. ആ ഹോമം നടത്തി പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി. പരമശിവനിൽ നിന്ന് അദൃശ്യനാവാനുള്ള വരം സമ്പാദിച്ചു. ഏതു സമയത്ത് വിചാരിക്കുന്നുവോ ആ മന്ത്രം ചൊല്ലിയാൽ അപ്രത്യക്ഷനാവാനുള്ള വരസിദ്ധി നേടി യുദ്ധത്തിന് പുറപ്പെട്ടു. ഒരുപക്ഷെ ഇന്ദ്രജിത്ത് കരുതിയിരിക്കാം, ചതിപ്രയോഗത്തിലൂടെ അല്ലാതെ രാമ സൈന്യത്തിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. മുഴുവൻ അധർമ്മം രാവണൻ്റെ ഭാഗത്താണ്. എപ്പോഴും ധർമ്മത്തിന് തന്നെയാണ് വിജയം. അവരും കൗരവ പാണ്ഡവ യുദ്ധത്തിൽ കൗരവർക്ക് അറിയാവുന്നത് പോലെ രാവണ അല്ലാതെ രാക്ഷസാദികൾക്ക് അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. അപ്പോൾ ഈ വരവും സമ്പാദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അദൃശ്യനായിക്കൊണ്ട് വേണ്ടി വന്നാൽ അങ്ങനെ ഇവരെ പരാജയപ്പെടുത്തണം, ചതിച്ചു പരാജയപ്പെടുത്തണമെന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് ഇന്ദ്രജിത്ത് യുദ്ധരംഗത്ത് വരുന്നു. അതിഗംഭീരമായ യുദ്ധം ആരംഭിച്ചു. വീണ്ടും രാവണൻ്റെ രാക്ഷസ സൈന്യത്തിൻ്റെ ഭാഗങ്ങളിൽ അതിഗംഭീരമായ നാശനഷ്ടങ്ങളുണ്ടായി. പലരെയും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വാനരപ്പട കുരങ്ങന്മാർ അടിച്ചും പിച്ചിയും മാന്തിയും വലിച്ചും എടുത്തും ചെയ്യാവുന്ന വിധത്തിലെല്ലാം അവരെ ഉപദ്രവിച്ചു. ചെയ്യാവുന്ന വിധത്തിലുള്ള നാശനഷ്ടങ്ങളെല്ലാം ചെയ്തു. ഇന്ദ്രജിത്തിനാകെ പരിഭ്രമമായി. ഇനി മറ്റ് രക്ഷയൊന്നുമില്ല. ഇന്ദ്രജിത്ത് ആകാശത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്ര സഞ്ചയം അഴിച്ചുവിട്ടു.
ബ്രഹ്മാസ്ത്ര സഞ്ചയമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അസ്ത്രങ്ങളാണ് അതിൽ നിന്ന് വരുന്നത്. ഓരോ വാനരൻ്റെ ശരീരത്തിലും 50, 100, 200, 300 അസ്ത്രങ്ങൾ ഓരോ ശരീരത്തിലും വന്ന് തറച്ചു. രാമായണം മുഴുവൻ വായിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാം, അതിമനോഹരമായിട്ട് അതിൽ ഓരോ വാനരൻ്റെയും പേര് പറഞ്ഞ് ഓരോരുത്തൻ്റെ ശരീരത്തിൽ എത്ര അമ്പ് തറച്ചു എന്ന് വളരെ കൃത്യമായിട്ട് വാൽമീകി മഹർഷി വർണ്ണിച്ചിരിക്കുന്നു. അത് വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നും നമ്മൾ വല്ല ആറന്മുള വള്ളംകളിയോ അതുപോലെ വല്ല ഏതെങ്കിലും ഒരു കമൻ്ററി കാണുന്നത് പോലെ, ഇതാ മൈന്ദൻ്റെ മുകളിൽ 40, അപ്പോഴേക്കും സുഷേണൻ്റെ മുകളിൽ 40, പിന്നൊരു 10. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ആ വർണ്ണനകളുടെ എല്ലാ ആഗ്രഹം അഥവാ ആവശ്യം, പക്ഷേ ഇങ്ങനെ സംഭവിച്ചതായിട്ട് വളരെ വ്യക്തമായിട്ട് എന്തിനാണ് അങ്ങനെ എഴുതി വെച്ചതെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ നമ്മൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പ്രതീതി നമുക്കുണ്ടാകും. ആ വിധത്തിലാണ് അതിൻ്റെ വർണ്ണന. ഏതായാലും ഈ ബ്രഹ്മാസ്ത്ര സഞ്ചയത്തിൻ്റെ മുന്നിൽ വാനര സൈന്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല. പ്രത്യേകിച്ച് എതിർക്കാൻ ഇന്ദ്രജിത്ത് അദൃശ്യനുമാണ്. അങ്ങനെയുള്ള ഒരു സംഗതി വന്നപ്പോൾ ഇവരെല്ലാവരും ഒന്നൊന്നായി നിലം പതിച്ചു. എല്ലാവരും മോഹാത്സ്യപ്പെട്ട് വീണു. എല്ലാവരും മോഹാത്സ്യപ്പെട്ട് വീണപ്പോൾ വിജയശ്രീ ലാളിതനായി ഞാൻ ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്ന് കൊട്ടാരത്തിൽ വിജയത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു. ഈ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? വിഭീഷണൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. വിഭീഷണൻ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നിരുന്നത് കൊണ്ട് വിഭീഷണന് ഈ ബ്രഹ്മാസ്ത്ര സഞ്ചയത്തിൻ്റെ യാതൊരു എഫക്റ്റും ഉണ്ടായില്ല. അപ്പോൾ വിഭീഷണൻ നോക്കുമായിരുന്നു ഇതിൽ ആരൊക്കെ ഇരിപ്പുണ്ട്, ആരെല്ലാം ഇതിൽ ആർക്കൊക്കെ ജീവനുണ്ടെന്ന് നോക്കി വിഭീഷണൻ അങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ആ സമയത്ത് ഹനുമാൻ സ്വാമി എഴുന്നേറ്റു. എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമി എഴുന്നേറ്റത്? ഹനുമാൻ സ്വാമിക്ക് ത്രിമൂർത്തികളിൽ നിന്നും വരം ലഭിച്ചിട്ടുണ്ട്. ഹനുമാൻ ഒരിക്കലും മരിക്കില്ല. ഹനുമാൻ ചിരഞ്ജീവിയാണ്. ഇപ്പോഴുള്ള നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്ന 7 ചിരഞ്ജീവികളിൽ 4ാം സ്ഥാനത്താണ് ഹനുമാൻ. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ പോലും 7ാം സ്ഥാനത്താണ്. അപ്പോൾ ഈ ഹനുമാൻ സ്വാമിക്ക് മരണമില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മയക്കം ഒരുപക്ഷെ സംഭവിച്ചിരിക്കാം. ഏതായാലും ഹനുമാൻ സ്വാമി വിഭീഷണനുമായി കണ്ടു. പരസ്പരം തുല്യ ദുഃഖിതരാണ് രണ്ടുപേരും നോക്കി എല്ലാവരും മരിച്ചു കിടക്കുന്നു. രണ്ടുപേരും അങ്ങനെ നടന്നു. ഉടൻ ജാമ്പുവാൻ എഴുന്നേറ്റിരുന്ന് കണ്ണു തിരുമുന്നു. ശരീരത്തിൽ തറച്ച അമ്പുകളും തലയിൽ തറച്ച അമ്പുകളിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി കണ്ണിൽ കട്ട പിടിച്ചു നിന്ന് ജാമ്പുവാന് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. കാൽമാറ്റം കേട്ടപ്പോൾ ജാമ്പുവാൻ ചോദിച്ചു, ആരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്? വിഭീഷണൻ പറഞ്ഞു, ഞാനാണ് വിഭീഷണൻ. ശരി, ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വിഭീഷണനാണെന്ന്. ഒരു കാര്യം ചെയ്യൂ വിഭീഷണനാ, നമ്മുടെ ഈ വാനരപ്പടയിൽ മാരുതി ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് നോക്കൂ. സ്വാഭാവികമായിട്ടും വിഭീഷണൻ ചോദിച്ചു, എന്താണ് അങ്ങ് ഇത്ര കാര്യമായിട്ട് ഹനുമാനെ മാത്രം ചോദിക്കാൻ കാരണം? ഇവിടെ വേറെ അംഗദനുണ്ട്, ലക്ഷ്മണനുണ്ട്, ശ്രീരാമസ്വാമിയുണ്ട്, വേറെ ഒരുപാട് വലിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങ് എന്താണ് ഈ എടുത്ത് വെറും ഹനുമാൻ്റെ പേര് മാത്രം പറഞ്ഞ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കരുതിക്കോളൂ എല്ലാവരും ജീവിച്ചു. ഹനുമാൻ മരിച്ചുവെങ്കിൽ കരുതിക്കോളൂ നമ്മളെല്ലാവരും മരിച്ചു. ഈ സമയത്ത് ഹനുമാനും വിഭീഷണനും കൂടിയാണല്ലോ വരുന്നത്. ഉടൻ ഹനുമാൻ പറഞ്ഞു, ഞാനിതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. ഹനുമാൻ സഹായിച്ചു. കണ്ണൊക്കെ തുറന്നു എഴുന്നേറ്റ് നിന്ന് ജാമ്പുവാൻ മാരുതിയെ ഗാഢാശ്ലേഷം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് മാത്രമേ ഇനി ഇവരെ ജീവിപ്പിക്കാൻ പറ്റൂ. ഉടൻ ഇവിടെ നിന്ന് വൃഷഭാദ്രിയിൽ പോകണം. ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയ്ക്ക് അപ്പുറത്താണ് കൈലാസം. കൈലാസത്തിൽ വൃഷഭാദ്രി എന്ന് പറഞ്ഞൊരു ചെറിയ പർവ്വതമുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 4 മരുന്നുകളുണ്ട്. വളരെ വിശദീകരിച്ച് ജാമ്പുവാൻ അത് പറഞ്ഞു കൊടുത്തു. ശല്യകരണി, വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി ഇത്യാദി മരുന്നുകളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്തിനാണത്? വിശല്യകരണി മുറിഞ്ഞുപോയ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി, ശല്യകരണി മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടി, മൃതസഞ്ജീവനി മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി. അതാണ് ഇന്ന് പല മരുന്നുകളും മൃതസഞ്ജീവനിയുടെ പേരിൽ വരുന്നതിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ്. മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ള ഔഷധം. എന്നാൽ ജാമ്പുവാനെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയും? ജാമ്പുവാനൊക്കെ നമ്മൾ 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ തൊടിയുടെ നമ്മുടെ വളപ്പിൻ്റെ ഉള്ളിലുള്ള ഓരോ മൂലയിലും എന്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലേ? ജാമ്പുവാൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം 21 പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തിട്ടുള്ളതാണ്. ഈ ഭൂമിയിലെ ഓരോ മൂലയിലും എന്തുണ്ട് വ്യക്തമായിട്ട് ജാമ്പുവാൻ അറിയാം.
ജാമ്പവാൻ അതുമാത്രമല്ല, ഈ ഒരു പുതിയതായിട്ടൊരു സസ്യം കിളിർത്താൽ അതുപോലും അറിയാൻ. ഇന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു തേൻ ഒറ്റി വീണ് കഴിഞ്ഞാൽ ഒരു എറുമ്പ് അവിടെ വന്നെത്തുന്നത് SMS അയച്ചിട്ടാണ്. അതിനൊരു പ്രകൃതി നൽകിയതുപോലെ എന്തെങ്കിലും ഒരു സസ്യജാലം പുതിയതായി ഉണ്ടായി കഴിഞ്ഞാൽ അതുപോലും അറിയാനുള്ള കഴിവുള്ള ആളാണ് ജാമ്പുവാൻ. ജാമ്പുവാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. 2 കുന്നുകളെ പോലെ കാണാം, അതിനിടയ്ക്ക് അത്യന്തം സൂര്യ തേജസ്സുള്ള കുറേ സസ്യജാലങ്ങളുണ്ട്, എത്രയും വേഗം പോയി അത് കൊണ്ടുവരണം. ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കയറിക്കൊണ്ട് അങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കുന്നു. ഈ സമയത്ത് രാവണ സൈന്യത്തിൻ്റെ അവിടെ എന്തു സംഭവിച്ചു? 2 ചാരന്മാർ ചെന്ന് രാവണനോട് പറഞ്ഞു, പ്രഭു സംഗതി ആകെ കുഴപ്പത്തിലായി. ജാമ്പുവാൻ്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ മൃഷഭാദ്രിയിലേക്ക് ഔഷധത്തിന് പുറപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ രാവണൻ ഞെട്ടി. കാരണം ഹനുമാൻ്റെ പേര് കേട്ടാൽ രാവണൻ ഞെട്ടും. വെറും ദൂതിന് വേണ്ടി സീതാദേവിക്ക് അങ്കുലീയം കൊടുക്കാൻ വേണ്ടി ലങ്കയിൽ ചെന്ന ഹനുമാൻ അങ്കുലീയം കൊടുക്കുക മാത്രമല്ല, രാവണൻ്റെ ഏറ്റവും ഇളയ മകനായ അതികായനെ അടിച്ചു കൊന്നു. കൈകൊണ്ട് അക്ഷകുമാരനെ അടിച്ചു കൊന്നു. അതുമാത്രമല്ല, ലങ്ക മുഴുവൻ ചുട്ടുകരിച്ച് ചെയ്യാവുന്ന മുഴുവൻ നാശനഷ്ടങ്ങളും ചെയ്ത് ഉദ്യാനവും മുടിച്ചു വന്ന ഒരേ ഒരു കുരങ്ങൻ, ഒരു വാനരനാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ അസാമാന്യ കഴിവുള്ള സാധാരണ ശക്തിയുള്ള ആളാണ്. ഇവൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ്. രാവണന് ഭയങ്കര സന്ദേഹം, ഭയങ്കര പരിഭ്രമമായി. ഹനുമാനാണ് പോയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മരുന്നും കൊണ്ടുവരും. ഇനി ഇവർ എണീറ്റ് കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പടയെ ജയിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. രാവണൻ അവിടെ നിന്ന് ആകെ പരിഭ്രാന്തനായിട്ട് ഓടുകയാണ്. രാവണൻ ഓടിച്ചെന്ന് കാലനേമി ഗൃഹത്തിലാണ് ചെല്ലുന്നത്. കാലനേമി രാവണൻ്റെ അമ്മാമനാണ്. കാലനേമിയുടെ അടുത്ത് ചെന്നപ്പോൾ കാലനേമി ചോദിച്ചു, എന്താ രാവണ ഈ അസമയത്ത്, അതും അംഗരക്ഷകന്മാരാരുമില്ലല്ലോ, എന്താ ഇങ്ങനെ പതിവില്ലാണ്ട്, എന്താ മുഖത്തൊരു പരിഭ്രമം? രാവണൻ പറഞ്ഞു, ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് എല്ലാം മയങ്ങിക്കിടക്കുകയാണ്. ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കവരെ തോൽപ്പിക്കുന്ന പ്രശ്നമില്ല. ഹനുമാൻ ഔഷധത്തിന് വേണ്ടി മൃഷഭാദ്രി പോയിരിക്കുന്നു. അങ്ങ് എത്രയും വേഗം വേഷം മാറി മൃഷഭാദ്രിയിലെത്തണം. ഒരു സന്യാസി വേഷത്തിൽ അവിടെ ചെന്നിരുന്ന് ഹനുമാനെ കാലവിളംബം ചെയ്യണം. അവൻ ഒരിക്കലും ഔഷധം കൊണ്ട് തിരിച്ചു വരരുത്, പറ്റുമെങ്കിൽ അവനെ കൊല്ലണം. ഇത് കേട്ടപ്പോൾ കാലനേമി പറഞ്ഞു, രാവണ ഇനി എന്തിനാ ഇതൊക്കെ? കുറേ ദ്രോഹങ്ങളായി നീ ചെയ്യുന്നു. മക്കൾ മുഴുവൻ മരിച്ചു, അതികായൻ മരിച്ചു, അക്ഷകുമാരൻ മരിച്ചു, മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ മക്കളും ഭൃത്യന്മാരും പടനായകന്മാരും എല്ലാം മരിച്ചു കഴിഞ്ഞു. ഒരു ജാനകിക്ക് വേണ്ടി ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി അഥവാ നിനക്ക് നീ യുദ്ധത്തിൽ ജയിച്ചു, ഈ ജാനകി സീതാദേവിയെയും കിട്ടിക്കൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാം നശിച്ചു കഴിഞ്ഞില്ലേ? ഇനി നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് ഏറ്റവും ഇപ്പം ചെയ്യാൻ പറ്റുന്നത് നീ ശ്രീരാമപാദത്തിൽ സീതാദേവിയെ ഏൽപ്പിച്ച് ചെയ്ത തെറ്റിന് മാപ്പ് പറയുക, വിഭീഷണനെ ലങ്ക ഏൽപ്പിക്കുക, എന്നിട്ട് നീ വനത്തിൽ പോയിരുന്ന് തപസ് ചെയ്ത് ഇതുവരെ നീ ചെയ്തു കൂട്ടിയ ദ്രോഹത്തിന് പരിഹാരം കണ്ട് മോക്ഷം പ്രാപിക്കാൻ നോക്ക്. രാവണൻ ഇത് കേട്ടപ്പോൾ രാവണൻ അതിഭയങ്കരമായ കോപം വന്നു. സ്വാഭാവികമായിട്ടും വരും. ശത്രുവിനെ കൊല്ലാൻ സഹായത്തിന് ചെന്ന് ശത്രുവിനെ എങ്ങനെ കൊല്ലണം, എന്ത് ചെയ്യണമെന്ന് പറയാൻ വന്ന ആളോടാണ് ശത്രുവിൻ്റെ അടുത്ത് പോയി കാല് പിടിച്ച് മാപ്പ് പറയാൻ പറയുന്നത്. രാവണൻ ആരാണ്? 30 കോടി രാക്ഷസന്മാരുടെ ചക്രവർത്തി, കൈലാസമെടുത്ത് അമ്മാനമാടിയ വ്യക്തി, അതിഗംഭീരൻ, അതിസാഹസികനായിട്ടുള്ള ഇത്രയും വലിയ വ്യക്തിത്വം. ഈ നിസ്സാര കാര്യം ഒരു ആൾ പറഞ്ഞാൽ കേൾക്കുമോ? രാമായണത്തിൽ പറയുന്നത് കണ്ണുകൾ ഉരുട്ടി മിഴിച്ച് ചുമന്ന് വീഴുന്നു എന്ന് പറയുന്നു. നമ്മളൊക്കെ 2 കണ്ണേ ഉള്ളൂ ഉരുട്ടി മിഴിക്കാൻ. അത് തന്നെ നമ്മൾ ഓരോ ദിവസവും ഉരുട്ടി മിഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 20 കണ്ണായിരിക്കും ഉരുട്ടി മിഴിച്ചുണ്ടാവുക. പൈറ്റ് 20 കണ്ണും ഉരുട്ടി മിഴിച്ചും കൊണ്ടൊരു നോട്ടം നോക്കി കാലനേമിയെ. അദ്ദേഹത്തിന് അമ്മാമനെന്നോ അമ്മായി എന്നോ യാതൊരു വ്യത്യാസവുമില്ല. അധർമ്മിയായ രാവണൻ എന്തും ചെയ്യാൻ മടിക്കില്ല. ചന്ദ്രഹാസം എടുത്തുകൊണ്ട് പറഞ്ഞു, വെട്ടണോ കഴുത്ത്, അതോ ഞാൻ പറയുന്നത് അനുസരിക്കണോ? കാലനേമി പറഞ്ഞു, നിനക്ക് വേണ്ടിയല്ല, എൻ്റെ സൽഗതിക്ക് വേണ്ടി ഞാൻ
ഉടനെ പുറപ്പെടാം. ഇത്രയും പറഞ്ഞ സമയത്തിനുള്ളിൽ കാലനേമി അവിടുന്ന് അപ്രത്യക്ഷമായി. മായാവികൾക്കും ഹനുമാനെ പോലെ തന്നെ വായുവേഗത്തിലും മനസ്സ് വേഗത്തിലൊക്കെ എവിടെയും ചെല്ലാനുള്ള കഴിവുണ്ട്. ഹനുമാൻ ഹിമാലയത്തിൽ എത്തുന്നതിന് മുമ്പേ കാലനേമി അവിടെ എത്തി മായ കൊണ്ട് അതിഗംഭീരമായ ഒരു ആശ്രമം സ്ഥാപിച്ചു. എത്രയോ യോജന വലിപ്പത്തിലുള്ള മനോഹരമായ ഒരു ആശ്രമം, അതിൽ അതിമനോഹരമായ ഉദ്യാനം, അതിൽ എല്ലാവിധത്തിലുള്ള ഫലവൃക്ഷങ്ങളും കണ്ടാൽ ആരെയും ആകർഷിക്കുന്ന ഒരു ഉദ്യാനം, ഒരു ആശ്രമം മായ കൊണ്ട് സൃഷ്ടിച്ചു. ഒരുപാട് ആൾക്കാരെ, ശിഷ്യന്മാരെ മായ കൊണ്ട് സൃഷ്ടിച്ചു. ഒരു ശിവലിംഗവും അവിടെ വെച്ച് ധ്യാനനിരതനായി, കമണ്ഡലവും യോഗനിട്ടുമൊക്കെയായി ധ്യാനനിരതനായി അങ്ങനെ അവിടെ ഇരിപ്പുറപ്പിച്ചു. ഈ സമയത്ത് ഹനുമാൻ സ്വാമി അവിടെ എത്തുന്നു. ആ ഹനുമാൻ സ്വാമി എത്തുന്നതിൻ്റെ നിമിഷം മുൻപാണ് ഈ സംഗതികളെല്ലാം ചെയ്ത് തയ്യാറായിട്ടിരിക്കുന്നത്. ഹനുമാൻ അവിടെ എത്തിയപ്പോൾ ഒരു സംശയം തോന്നി, എനിക്ക് വഴി തെറ്റിയോ? ഹനുമാൻ ആ ഭാഗത്തു കൂടെ എല്ലാം സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഹനുമാന് ഹിമാലയം വ്യക്തമായിട്ടറിയാം. വൃഷഭാദ്രിയും അതിലെ മരുന്നുകളും ജാമ്പുവാൻ പറഞ്ഞു കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഹിമാലയം ഹനുമാൻ ഒരു പുതിയ സ്ഥലമല്ല. ഇത് കണ്ടപ്പോൾ ഹനുമാൻ സ്വാഭാവികമായിട്ടും ഹനുമാന് തോന്നി, എനിക്ക് വഴി തെറ്റിയോ? പെട്ടെന്ന് മരുന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, വഴി തെറ്റിയോ എന്നൊരു സംശയം. ആ സംശയമുള്ളിൽ ഉദിക്കുന്നതും ഈ ആശ്രമം കാണുന്നു, സന്യാസി ഇരിക്കുന്നു. എന്നാൽ സന്യാസിയോടൊന്ന് ചോദിക്കാം. അതിന് മുന്നായി തന്നെ സന്യാസി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ത്രികാലദർശിയാണ്, എനിക്കെല്ലാം അറിയാം. ഹനുമാനല്ലേ? കാലനേമി, സന്യാസിയുടെ വേഷം കൊണ്ടിരിക്കുന്ന കാലനേമി ചോദിച്ചു, ഹനുമാനല്ലേ? എനിക്ക് മനസ്സിലായി, ഔഷധത്തിനല്ലേ വരുന്നത്, എനിക്കറിയാം. അങ്ങ് യാതൊന്നുകൊണ്ടും പേടിക്കണ്ട. അങ്ങേക്കൊരു ഹാപ്പി ന്യൂസ്, ഒരു സന്തോഷ വർത്തമാനം എനിക്ക് പറയാനുള്ളത്. ശ്രീരാമസ്വാമിയുടെ കടാക്ഷം കൊണ്ട് അവരെല്ലാവരും എഴുന്നേറ്റിരിക്കണു. അവർക്കാർക്കും ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ച് അല്പം വെള്ളമൊക്കെ കുടിച്ച് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിക്കോളൂ, മെല്ലെയൊക്കെ പോയാൽ മതി. ഹനുമാൻ പറഞ്ഞു, എന്തായാലും ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത തന്നതിന് അങ്ങേക്ക് ഒരുപാട് നന്ദിയുണ്ട്, അങ്ങേക്ക് ഒരുപാട് നന്ദി. അങ്ങ് ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് പോയേ പറ്റുള്ളൂ, അല്പം ദാഹം തീർത്തിട്ട് പോവാം. ശരി, എന്നാ കുടിക്കൂ. കമണ്ഡലുവിലെ വെള്ളമെടുത്തുകൊണ്ട് കൊടുക്കാൻ ആരംഭിച്ചു. കമണ്ഡലുവിൽ മുഴുവൻ വിഷം കലർത്തിയ വെള്ളമായിരുന്നു. പക്ഷെ ഹനുമാൻ പറഞ്ഞു, ഇതെനിക്ക് പോരാ, ഇത്രയും കുറച്ച് വെള്ളം കൊണ്ട് പോരാ, കുറച്ച് കൂടുതൽ വെള്ളം കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഉടൻ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്, എന്നാൽ അവിടെ പോയി വെള്ളം കുടിച്ചോളൂ. ഒരു ശിഷ്യനെ, ഒരു ബ്രഹ്മചാരി കുട്ടിയെ കൂടെ വിട്ടു. അതും മായാസൃഷ്ടമായിരുന്നു, മായ കൊണ്ടുണ്ടാക്കിയ ഒരു കുട്ടി. അത് പറഞ്ഞു, കണ്ണ് അടച്ചുകൊണ്ട് വേണം പോവാൻ. കണ്ണ് മടച്ചുകൊണ്ട് പോയി വെള്ളവും കുടിച്ച് ഉടൻ ഇവിടെ തിരിച്ചു വരൂ, ഞാൻ ധാരാളം മന്ത്രങ്ങൾ ഉപദേശിക്കാം, ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തരാം. ഇത് കേട്ട് ഈ വടുവിൻ്റെ ബ്രഹ്മചാരി കുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഹനുമാൻ തൊട്ടടുത്തുള്ള പൊയ്കയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ, രാമായണത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, തണ്ണീർ കുടിപ്പാൻ തുടങ്ങുന്ന ശാന്തരെ. ആ വെള്ളം കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിഗംഭീരമായൊരു അലർച്ച കേട്ടു. ശ്രീരാമസ്വാമിയുടെ കടാക്ഷമെന്ന് തന്നെ പറയണം. ഹനുമാൻ പെട്ടെന്ന് കണ്ണു തുറന്നു, വ്യവസ്ഥകളൊക്കെ ലംഘിച്ചു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അതിഗംഭീരമായൊരു രാക്ഷസി ഹനുമാനെ വിഴുങ്ങാനായിട്ടാണ് വരുന്നത്. ഹനുമാൻ സ്വാമി മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് അതിനെ രണ്ടായി പിളർന്നു. ചെറിയ കുട്ടികളൊക്കെ ഈ ഓല ചീന്തുന്നത് പോലെ രണ്ട് ചീന്താക്കിയിട്ടു. ഉടനെ അതിൽ നിന്നൊരു ദിവ്യരൂപം, ഒരു സ്ത്രീരൂപം, സുന്ദരമായൊരു സ്ത്രീരൂപം അതിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു, അതിൽ നിന്ന് ഉത്ഭവിച്ചു. ആ സ്ത്രീരൂപം പറഞ്ഞു, ഞാൻ ധന്യമാലി എന്ന് പറയുന്ന ഒരു അപ്സര സ്ത്രീയാണ്. ദുർവാസാവു മഹർഷിയുടെ ശാപം മൂലം ഞാനിവിടെ രാക്ഷസ്ത്രീയായി വന്നിരിക്കുകയാണ്. ഹനുമാൻ സ്വാമി ഔഷധത്തിന് വരുമെന്നും ഹനുമാൻ സ്വാമിയുടെ കൈകൊണ്ട് നീ വധിക്കപ്പെടുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടുമെന്നും എന്നോട് ദുർവാസാവു മഹർഷി പറഞ്ഞു. അതിതായിപ്പോൾ സഫലമായിരിക്കുന്നു. അങ്ങയ്ക്ക് ഒരുപാട് നന്ദി. ഞാനിനി ബ്രഹ്മലോകത്തേക്ക് പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് അങ്ങയോട് ഒരു കാര്യം പറയാം. അങ്ങ് ആ കണ്ട സന്യാസി അത് വ്യാജനാണ്, അത് ഒറിജിനൽ സന്യാസി അല്ല. അങ്ങ് കണ്ട ആ ആശ്രമം അത് മായ കൊണ്ട് സൃഷ്ടിച്ചതാണ്, അത് വൻ ചതിയാണ്. അങ്ങയെ കൊല്ലാൻ വേണ്ടി രാവണൻ പറഞ്ഞയച്ചിരിക്കുന്നതാണ്. അങ്ങയെ കൊല്ലുകയാണ് രാവണൻ്റെ ഉദ്ദേശം. അവനെ വധിച്ച് വൃഷഭാദ്രിയിൽ നിന്ന് ഔഷധവും എടുത്തുകൊണ്ട് അങ്ങ് എത്രയും വേഗം പോവൂ. അങ്ങയ്ക്ക് മംഗളം വരട്ടെ, അങ്ങയ്ക്ക് ശുഭം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് ധന്യമാലി എന്ന അപ്സര സ്ത്രീ ബ്രഹ്മലോകത്തേക്ക് അപ്രത്യക്ഷയായി.
ഹനുമാന് അതിഗംഭീരമായ കോപം വന്നു. ഹനുമാൻ അവിടെ നിന്ന് നേരെ കാൽനേമിയുടെ അടുത്തേക്ക് വരുന്നു. കാൽനേമി ചോദിച്ചു, വരൂ വരൂ, എന്താ ഇത്ര നേരം വൈകിയത്? ഞാൻ കുറേ നേരമായി കാത്തിരിക്കുന്നു. അപ്പോൾ കാലനേമിക്ക് അറിയില്ല ഹനുമാൻ ഈ വാസ്തവം മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടാണ് വരണത് എന്നുള്ള കാര്യം കാൽനേമിക്ക് അറിയില്ല. അതുകൊണ്ട് കാൽനേമി പറഞ്ഞു, വരൂ വരൂ, ദക്ഷിണ വയ്ക്കൂ, ഇരിക്കൂ, ഞാൻ മന്ത്രോപദേശങ്ങൾ നൽകാം. ഹനുമാൻ മനസ്സിൽ ചിന്തിച്ചു, ആര് ദക്ഷിണ തരണം, എന്ത് ദക്ഷിണ തരണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഹനുമാൻ്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കാലനേമിയുടെ ശിരസിൽ അതിഗംഭീരമായൊരു പ്രഹരം. ശിരസ് മാത്രമല്ല, കാലനേമിയുടെ മുഴുവൻ ഉടലും ഗുരുവായൂർ പപ്പടം പൊടിയുന്നത് പോലെ ഒരൊറ്റ പൊടിയിൽ. അതോടുകൂടെ കാലനേമി കാലാവശേഷനായി അവസാനിച്ചു. ഉടൻ ഹനുമാൻ അവിടെ നിന്ന് അടുത്ത വൃഷഭാദ്രിയിൽ ഇറങ്ങി. ആ പർവ്വതത്തിൻ്റെ നോക്കിയപ്പോൾ പറയുന്ന അടയാളപ്രകാരം ചെറിയ 2 കുന്നുകളുണ്ട്. അതിനിടയിൽ സൂര്യ തേജസ്സോടുകൂടിയ ചില സസ്യജാലങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് വിശല്യകരണി, ഏതാണ് സന്താനകരണി, ഏതാണ് സുവർണകരണി, ഏതാണ് മൃതസഞ്ജീവനി എന്ന് അത്ര വ്യക്തമായിട്ട് ഹനുമാൻ പിടിയില്ല. ഹനുമാൻ വിചാരിച്ചു, എന്തായാലും ഇതിനകത്ത് തന്നെയാണ്, 100% ലാൻഡ് മാർക്ക് കറക്റ്റാണ്. ആ ഭാഗം അദ്ദേഹം കോരി കൈകൊണ്ട് അടർത്തിയെടുത്തു. ആ പർവ്വതത്തിൻ്റെ ആ പോർഷൻ അത് എടുത്തുകൊണ്ട് നേരെ തിരിച്ചിവിടെ വന്നു. ഇതിൻ്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ എല്ലാം മോഹാത്സ്യപ്പെട്ട് കടന്നിരുന്ന എല്ലാ വാനരങ്ങളും എല്ലാവരും എഴുന്നേറ്റു, ലക്ഷ്മണനടക്കം. ശ്രീരാമസ്വാമിക്ക് ഭയങ്കര സന്തോഷമായി. ഹനുമാനെ ആലിംഗനം ചെയ്തു. ഹനുമാനോട് പറഞ്ഞു, ഇനി ഇത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കൂ. കാരണം ഇത് നമ്മുടെ കയ്യിൽ നമ്മൾ ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാക്ഷസന്മാരെ കൊന്നിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതുകൊണ്ട് കൊല്ലുന്ന രാക്ഷസന്മാരെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം വരും, അപ്പോൾ ആ രാക്ഷസന്മാർ മരിച്ചവരും ഇതോടൊപ്പം ജീവിക്കില്ലേ? രാവണൻ്റെ നിർദ്ദേശപ്രകാരം എത്ര രാക്ഷസന്മാർ മരിച്ചിട്ടുണ്ടോ മുഴുവൻ രാക്ഷസന്മാരെയും സമുദ്രത്തിൽ തള്ളിയിരുന്നു. എല്ലാം സമുദ്രത്തിനകത്തായിരുന്നു. അതുകൊണ്ട് അവർക്കാർക്കും ഈ മൃതസഞ്ജീവനിയുടെ ഔഷധത്തിൻ്റെ പ്രയോജനം അവർക്കാർക്കും സിദ്ധിച്ചില്ല. അവരെല്ലാം കടലിൽ തന്നെ ആയിരുന്നു. എന്നാൽ ഇവിടെയുള്ള നമ്മുടെ ഭാഗത്തെ എല്ലാ ആളുകളും പൂർവാധികം ഊർജ്ജസ്വലതയോടെ എഴുന്നേറ്റു. അങ്ങനെ തിരിച്ച് ഇത് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ഹനുമാൻ സ്വാമി തിരിച്ചു വന്നു. ഇതാണ് കാലനേമി വധം കഥ അഥവാ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം. ഇനി എനിക്ക് ഭക്തജനങ്ങളോട് പറയാനുള്ളത്, രാമായണം എന്ന് പറയുന്നത് വെറും കഥാരൂപത്തിൽ വായിച്ചു പോകാനുള്ളതല്ല. രാമായണത്തെ വെറും കഥാരൂപത്തിൽ വായിച്ചു പോയാൽ നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടില്ല. രാമായണം എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്. രാമായണവും മഹാഭാരതവുമാണ് നമുക്ക് സിദ്ധിച്ചിട്ടുള്ള 2 ഇതിഹാസങ്ങൾ. മഹാഭാരതത്തിന് മുൻപേ എഴുതപ്പെട്ടതാണ് രാമായണം. വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളിലൂടെ മുഴുവൻ മാനവരാശിയെയും ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി, ആത്മീയ സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി, ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് എഴുതപ്പെട്ട കാവ്യമാണ് രാമായണം. അനാദികാലം മുതൽ എന്തുകൊണ്ട് രാമായണത്തിന് ഇന്നും ഇത്ര പ്രസക്തി? രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മളുടെ മനസ്സിൽ ജീവിക്കുകയാണ്. 50 വർഷമോ 100 വർഷമോ മുൻപ് മരിച്ചുപോയ പലരെയും നമുക്ക് ഓർമ്മയില്ല. എന്നാൽ ശ്രീരാമനെ അറിയാത്തവരെ, ലക്ഷ്മണനെ അറിയാത്തവരെ, സീതാദേവിയെ അറിയാത്തവരെ, ഹനുമാനെ അറിയാത്തവരെ ആരുമില്ല. അവരെല്ലാം നമുക്ക് വളരെ സുപരിചിതരാണ്. നമ്മുടെ തൊട്ട വീട്ടിലും അയലോക്കത്തും താമസിക്കുന്നത് പോലെ അവരെല്ലാവരും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു